दन्दिवक्त्रं गणेशं भजेऽहं गणेशोहितं धूम्रकेतुं गणेहारमुक्तावलीशोभितं तं नमो ज्ञानरूपं गणेशं नमस्ते। गणेशैकदन्तं शुभं सर्वकार्ये स्वरं मन्मुखं ज्ञानदं सर्वसिद्धिं मनश्चिन्तितं कार्यसिद्धिर्भवेतं नमो बुद्धिकात्वं गणेशं नमस्ते। BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് പ്രസിഡന്റുമായിരുന്ന ശ്രീ കെ രാമപിള്ള സാർ അവർ, ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവർ, ശ്രീമതി സുനിത വിമൽ ജസ്റ്റിസ് ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ജഡ്ജാണ്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ പദവിയിലുള്ള മഹതിയാണ്. ആ പള്ളിയുറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേൽപ്പിച്ച് ഒരു മനുഷ്യനുള്ളതുപോലെ തന്നെ പല്ല് തേപ്പിക്കുക, അങ്ങനെ ശോധനക്രിയകളൊക്കെ തന്നെ ദന്തശോധനവിധം, ഹസ്തശോധനവിധം തുടങ്ങിയിട്ടുള്ള ഇത്യാദി മന്ത്രങ്ങളെ കൊണ്ടൊക്കെ തന്നെ ശോധനക്രിയകളൊക്കെ ചെയ്ത് കുളിപ്പിച്ച് അഭിഷേകാദികൾ കലശാദികളൊക്കെ കഴിഞ്ഞാൽ കൂടി നമ്മൾ അത് കേട്ട് നമ്മുടെ ജീവിതചര്യയിൽ അത് അതിന്റെ ആ ജീവിതചര്യയിൽ അത് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ആവട്ടെ ഈ സപ്താഹം. വളരെ ഗംഭീരമായിട്ടുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പാട്ടുണ്ട് യേശുദാസിന്റെ. ഇതൊരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. വരാൻ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള പൊതു ചർച്ചയ്ക്കുള്ള സന്ദർഭം ഉണ്ടാവുകയും ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കാതെ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ സപ്താഹയജ്ഞം വമ്പിച്ച വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഗ്നിസാക്ഷിയായി നമ്മൾ ആരംഭിക്കുന്ന ഈ സന്ദർഭം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് കെട്ടുപോകില്ല എന്നെനിക്കറിയാം. അത് കെടാതെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞാനിതിൻ്റെ ഉദ്ഘാടനത്തെ വഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ഒരു പുസ്തകം വായിക്കുമ്പോൾ വായിക്കുന്ന ആളുടെ മനോഗതി അനുസരിച്ച് അത് വ്യാഖ്യാനങ്ങളുണ്ട്. പലപ്പോഴും വലുതേറ്റി പോകാനിടയുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ നേരത്തെ പറയുകയും ചെയ്തു. സഞ്ജയ് ഒരു കഥയാണ്. ഇത് തറവാട്ടിലെ കാരണവരാണ്. അനന്തരവന്റെ വഴിവിട്ട പോക്ക് സഹിക്കാൻ വയ്യാതെ
അതിൽ എങ്ങനെ നന്നാക്കാം എന്ന് പല പരീക്ഷണങ്ങൾ നടത്തുന്നു. സ്വകാര്യത്തിൽ മുഖേനൊന്നും ശരിയാകുന്നില്ല. മകൻ വീട്ടിലുള്ള 5 ആളുകളെ ചുറ്റികെ കഴിച്ചു കൊന്നതാണ്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുവാൻ കഴിയാത്തത് കൊണ്ടും അവരെ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ പുറകെ പോകുന്നതുമാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. വേദിയിലും സദസ്സിലുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ട രക്ഷാതാക്കളെ, കുടുംബാംഗങ്ങളെ, നമസ്കാരം. എന്താണെങ്കിലും നമുക്ക് വളരെ സന്തോഷമുള്ള ദിനങ്ങളാണ് വരും നാളുകളിൽ. കാരണം കഴിഞ്ഞ 20 ദിവസമായിട്ട് ക്ഷേത്രത്തില് നമ്മുടെ മാതൃസമിതി അംഗങ്ങളെ തുടക്കം കുറിച്ച നാരായണീയം നടന്നു വരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സ്കൂള് മാത്രം നോക്കിയാൽ മാത്രം പോരാ, ഒരു നാട്ടുകാരെ മൊത്തം നോക്കേണ്ട ഉത്തരവാദിത്വമാണ് സാർ എനിക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരു 2 മാസത്തോളം, ഏകദേശം 2 മാസത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു